കുര്യാക്കോസ് ഉണ്ട് കൊച്ചിയിൽ നിന്ന്. ടോം, ഈ ചാലക്കുടിയിൽ പരിഗണിക്കപ്പെടുന്ന ഒരു പ്രധാനി അത് കിറ്റക്സിന്റെ MD കൂടിയായ സാബു ആണ്. ചർച്ചകൾ നടക്കുന്നുവെന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായി സാബു കടന്നു വരുമോ ചാലക്കുടിയിൽ? അതിനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ? രഞ്ജിത്ത്, ഈ BJPയുടെ അല്ലെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി 2020 സ്ഥാപകനും കിറ്റക്സ് MDയുമായ സാബുവും ജേക്കബിനെ പരിഗണിച്ചാലും അതിശയപ്പെടാനില്ല. കാരണം ചാലക്കുടി ലോക്സഭാ മണ്ഡലം BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 1.25 ലക്ഷത്തോളം വോട്ട് കിട്ടിയ ഒരു ലോക്സഭാ മണ്ഡലമാണ്. മാത്രമല്ല സാബുവും ജേക്കബിന് ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന കുന്നത്തുനാട്, പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിനുള്ള വലിയ മേധാവിത്വം, വലിയ സ്വാധീനം, അതോടൊപ്പം യാക്കോബായ സഭ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. യാക്കോബായ സഭയുടെ ക്രൈസ്തവ വിഭാഗങ്ങളുടെയൊക്കെ ഒരു പിന്തുണ കിട്ടിയാൽ BJP വലിയ രീതിയിൽ ഒരു മുന്നേറ്റം നടത്താൻ കഴിയുമെന്നാണ് BJPയുടെ നിലവിലുള്ളൊരു കണക്കുകൂട്ടൽ. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് കുന്നത്തുനാട് ത്രികോണ മത്സരം നടന്ന കുന്നത്തുനാട് 2020 സ്ഥാനാർത്ഥി 41,000 വോട്ട് നേടുന്നു. പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20,000-ലധികം വോട്ട് നേടുന്നു. ഈ ഒരു കണക്കുകൂട്ടലുകൾ, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും അതോടൊപ്പം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെയും 4 പഞ്ചായത്തുകളുടെ ഭരണം 2020-ക്കുണ്ട്. ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം, ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ 2020 കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ഏകദേശം 2020-യുടെ ഒരു വോട്ട് ഷെയർ തന്നെ ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ 1 ലക്ഷത്തോളം അടുത്ത്, അതായത് ഒരു 3/4 ലക്ഷത്തിന് 1 ലക്ഷത്തിന് അടുത്ത് 2020-യുടെ വോട്ട് ഷെയർ ഉണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ 1.25 ലക്ഷം, അതായത് 2 ലക്ഷത്തിലധികം NDAക്ക്, അതായത് സാബുവും ജേക്കബിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഒരു 2-2.5 ലക്ഷത്തോളം വോട്ട് ഈ പാർട്ടി വോട്ട് തന്നെ, അതായത് 2 പാർട്ടികളുടെയും BJPയുടെയും അതോടൊപ്പം 2020 എന്ന സംഘടനയുടെയും വോട്ടുകൾ 2.5 ലക്ഷത്തോളം സമാഹരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ. അതിന് അപ്പുറം ഒരു സാമുദായികമായ വോട്ട് കൂടി നേടാൻ കഴിഞ്ഞാൽ അത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് BJPയുടെ കണക്കൂട്ടൽ. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് ആം ആദ്മി പാർട്ടിയുമായി 2020 ഒരു അലയൻസ്, ഒരു സഖ്യം അവർ രൂപീകരിക്കാനൊക്കെ ശ്രമിച്ചതാണ്. പക്ഷേ പിന്നീട് 2020 ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ കൊച്ചിയിൽ വന്ന് 2020-യുടെ വേദിയിൽ പ്രസംഗിക്കുന്നു, 2020 വേദിയിലെത്തുന്നു. അത് വലിയ ഇവർ ഒന്നിച്ചുള്ളൊരു സഖ്യമുണ്ടാകും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടിയും 2020-യും ഒരു 4ാം മുന്നണി കേരളത്തിൽ വരുമെന്ന വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ആ രീതിയിലുള്ള നീക്കങ്ങളെല്ലാം അടഞ്ഞു പോകുന്നു. പിന്നീട് 2020 ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം ഉപേക്ഷിക്കുന്നു. അതോടുകൂടിയാണ് BJPക്ക് ഈ ഒരു വഴി തുറന്നു കിട്ടുന്നത്. അതായത് ഈ പ്രത്യേകിച്ച് കുന്നത്താടും പെരുമ്പാവൂരും ഉൾപ്പെടുന്ന പല പ്രദേശങ്ങളിലും പല പഞ്ചായത്തുകളിലും 2020 കോൺഗ്രസിനും LDFനും, അതായത് UDFനും LDFനും എതിരെ പരസ്പരം കൊമ്പ് കോർക്കുന്ന, നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സംഘടനാ സംവിധാനമാണ് 2020-യുടേത്. അവരുടെ ഒരു ഈ 2020 എന്ന സംഘടന, ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകൃതമാകുന്നത് പോലും ഈ 2 പ്രധാനപ്പെട്ട കേരളത്തിലെ 2 മുന്നണികൾക്കെതിരെയും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് 2015-ലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ടാണ്. അന്ന് ആദ്യമായി അവർ ഒരു പഞ്ചായത്തിന്റെ ഭരണം നേടുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 4 പഞ്ചായത്തുകൾ, അതായത് ഈ കുന്നത്തുനാട് അതോടൊപ്പം പെരുമ്പാവൂർ നിയോജക മണ്ഡലങ്ങളിൽ പെടുന്ന 4 പഞ്ചായത്തുകളുടെ ഭരണം, അതോടൊപ്പം പല പഞ്ചായത്തുകളിലും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നു. സംഘടനാ ശേഷി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാൾ 2020-യുടെ സംഘടനാ ശേഷി വർദ്ധിക്കുന്നു. മാത്രമല്ല പലതവണ LDFനെയും കോൺഗ്രസിനെയും വെല്ലുവിളിച്ചുകൊണ്ട് സാബുവും ജേക്കബ് വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും സമ്മേളനങ്ങളും ഒക്കെ കഴിഞ്ഞ കുറെ നാളുകളായി ഈ കുന്നത്തുനാടും പെരുമ്പാവൂരും സംഘടിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഈ BJP സാബുവും ജേക്കബിനെ ലക്ഷ്യമിട്ടുകൊണ്ട് അദ്ദേഹത്തെ മുന്നണിയിൽ എത്തിക്കാൻ വേണ്ടി ഇതിനു മുൻപ് പലതവണ ശ്രമിച്ചെങ്കിലും പക്ഷെ അത് ഫലം കണ്ടില്ല. പക്ഷെ ഇത്തവണ അതിനുശേഷം പല രീതിയിൽ ചർച്ചകൾ നടത്തിയ സാബുവും ജേക്കബുമായി ചർച്ചകൾ BJPയുടെ നേതാക്കൾ ചർച്ച നടത്തുന്നുണ്ട്, BJPയുടെ ദേശീയ നേതാക്കൾ ചർച്ച നടത്തുന്നുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം അവിടെ മത്സരിച്ചാൽ കിട്ടുന്ന ഒരു സ്വാധീനം, അത് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. ടോം കുര്യാക്കോസ് ആണ് ഇത്ര പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്.